ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലാണ് കേട്ടോ. ഈ യാത്രയുടെ പിന്നിലൊരു കഥയുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ നടത്തിയെടുത്തൊരു സ്വപ്നമാണ് കേട്ടോ ഈ ഒരു യാത്ര. അതായത് ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത മൂന്നാർ ട്രിപ്പ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളും കല്യാണം കഴിച്ചത് കേട്ടോ. അതായത് 9 വർഷം സ്നേഹിച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നൊക്കെ മറികടന്ന് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അനുഗ്രഹങ്ങളോടു കൂടിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പോൾ അതിന് മുന്നേ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണവും കഴിഞ്ഞ് മൂന്നാർക്ക് ഹണിമൂണൊക്കെ പോകാമെന്ന് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് റിലേറ്റീവ്സിൻ്റെ വീട്ടിലെ വിരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് പ്രഗ്നൻസി ആയത്. പ്രഗ്നൻസിയിൽ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൈവം തന്നതാണ്. പക്ഷേ ദൈവം അതിനോടൊപ്പം തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എല്ലാവർക്കും പ്രഗ്നൻസി, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണല്ലേ. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അതായിരുന്നില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടുള്ളതും അതുപോലെ ആദിയിലും പ്രാർത്ഥിച്ചിട്ടും എല്ലാം കഴിഞ്ഞിരുന്ന ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലാണ് കേട്ടോ. അതായത് മോളെ കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 5 മന്ത് ഫുള്ള് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അനുഭവിക്കാത്തതൊന്നുമില്ല. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവസാനം മോളെ കിട്ടില്ല എന്ന് കൂടി പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷേ ദൈവം ഉണ്ട് എന്ന് പറയുന്നതിന് തെളിവാണ് കേട്ടോ എൻ്റെ മോള്. കാരണം അവസാന സമയത്ത് മോളെ ഞങ്ങൾക്ക് ദൈവം ഒരു കേടുപാടും കൂടാണ്ട് തിരിച്ചു തന്നു. അന്ന് ഞങ്ങൾ അനുഭവിച്ച സന്തോഷം ഉണ്ടല്ലോ, ജീവിതത്തിൽ എന്ത് കിട്ടിയാലും ആ സന്തോഷത്തിൻ്റെ അടുത്തെത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാ പാരൻസും ഒരുപാട് കാത്തിരുന്നും വേദനകൾ സഹിച്ചുമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം മക്കളെ പോലെ തന്നെ ഞങ്ങളും ചെറിയ കുട്ടികളായിട്ടാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ മക്കൾ എൻജോയ് ചെയ്യണേക്കാട്ടിലും കൂടുതൽ ഞങ്ങളായിരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. കാരണം നമുക്കൊക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ, അതിൽ പരമാവധി എൻജോയ് ചെയ്യാം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുക്കുക. പരമാവധി നമ്മൾ ശ്രമിക്കുക. എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, എനിക്കൊന്നും സാധിക്കില്ല, എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എൻജോയ് എവറി മൊമെൻറ്റ് യു ഹാവ്, ബിക്കോസ് ദാറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായം വിലയേറിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Bye.